വെൽക്കം ടു ടെയിൽസ് ഓഫ് ഇഷ. അപ്പം ഞാൻ വീഡിയോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ ലോങ് വീഡിയോസിൽ വളരെ 2 വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് ഒരു കണ്ടൻറ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ പറയുവാണെങ്കിൽ, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, വിശ്വസിച്ചുകൊണ്ടേയിരിക്കാം. ഇത് കാണുന്നവർക്ക് അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് അത് സത്യമാണോ അല്ലയോ എന്നൊക്കെ തരംതിരിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ അതൊരു കഥയായി മാത്രം മനസ്സിൽ അവശേഷിപ്പിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലപോലെ അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങൾക്ക് നോക്കാമെങ്കിൽ അത് എത്രത്തോളം സത്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സാധാരണ വെക്കേഷൻ ടൈമിൽ ഞാനിങ്ങനെ വന്ന് വീട്ടിൽ നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ അന്നെന്തോ പനിയായിട്ട് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ വീടെന്ന് പറയാൻ അറിയാൽ അമ്മ, അമ്മുമ്മ, അമ്മുമ്മയുടെ അമ്മ, കുഞ്ഞമ്മ, അങ്ങനെയൊക്കെയുള്ള വലിയൊരു ഫാമിലി ആയിരുന്നു. അപ്പം ഞാൻ വന്നു, കുറച്ച് ദിവസം മുന്നോട്ട് തിരിച്ച് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതായത് എൻ്റെ അമ്മയുടെ അമ്മാവൻ എന്നോട് വലിയ കൂട്ടായിരുന്നു, വലിയ ഇഷ്ടമുള്ളൊരു അമ്മാവനായിരുന്നു. ഭയങ്കര കാര്യമായിരുന്നു എന്നോട്, എനിക്കും ഇഷ്ടമായിരുന്നു. അപ്പം പെൺമക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ആ സമയത്ത് എനിക്കിപ്പോഴും ഞാൻ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പങ്കുവെക്കുന്നത്. അപ്പം അന്ന് രാത്രിയിൽ പുള്ളിക്ക് ഒരു ചെറിയൊരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഓക്കെ, നോർമൽ കേസിൽ നമുക്കങ്ങനെ പനി വരാം. അപ്പോൾ ഓക്കെ, അന്ന് ലാൻഡ് ഫോൺസ് ആണ് കൂടുതലുള്ളത്, മൊബൈൽ ഫോൺ വളരെ കുറച്ച് ആൾക്കാർക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു മുറി കിടക്കാം. തൊട്ടപ്പുറത്തെ മുറിയിൽ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല, എൻ്റെ ബ്രദറും എൻ്റെ അമ്മയുടെ വല്യമ്മാവനും കൂടെ കിടക്കുക. അപ്പം ഞാൻ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് കതകിൻ്റെ അവിടെ, എൻ്റെ ജനലിൻ്റെ അവിടെ ആരോ വന്ന് തട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ജനൽ തുറന്നിട്ട് അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ പറഞ്ഞു, ഇത് ആരോ വന്ന് തട്ടുന്നുണ്ട്, എനിക്ക് തോന്നുന്നു വല്യമാവരായിരുന്നു വന്ന് തട്ടുന്നത്. എന്നെ ഇഷമോളെ എന്ന് എന്നെ 2-3 പ്രാവശ്യം വിളിച്ചിടയ്ക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞു, അവർക്കും കേട്ടു എന്ന് പറഞ്ഞു. സത്യം, അവരും കേട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാത്രം പറയുമ്പം അത് എൻ്റെ മെൻ്റൽ ഇതിൽ വന്നതാണ്, ഇതൊരു സൈക്കോളജിക്കലാണ്, അല്ലെങ്കിൽ അത് എനിക്ക് തോട്ട്സ് ആണെന്നൊക്കെ പറയാം. പക്ഷെ മൂന്നാമത് 2 പേരും കൂടെ വന്നില്ലേ, അവരും കേട്ടു. പക്ഷെ നോക്കിയപ്പോൾ ആരും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 2 സെക്കൻഡിനുള്ളിൽ ഹാളിൽ ലാൻഡ് ഫോൺ ബെല്ലടിച്ചിട്ട് ഒരനക്കവും ഇല്ല. അമ്മ കഥക് തുറന്ന് നോക്കിയപ്പോൾ ചെറിയമ്മാവനും എൻ്റെ ബ്രദറും കൂടെ വളരെ വിഷമിച്ചിരിക്കുന്നു. അതായത് വല്യമ്മാവൻ മരിച്ചു എന്നുള്ള വിവരമാണ് ആ ബെല്ലിലൂടെ എത്തിയത്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നു. എന്താണ് നിങ്ങൾക്കിത് കേട്ടിട്ട് തോന്നുന്നത്? ഫോണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളുടെ അടുത്തേക്ക് പാസ് ചെയ്ത് വന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഒരു ഫോണോ ഒന്നും വേണ്ട, ഒരു ആത്മാവിന് അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തി അവരെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് പോകാൻ. അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത്, എൻ്റെ പേര് പറഞ്ഞിട്ട് ഇഷമോളെ എന്നുള്ളൊരു വിളിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, വിശ്വസിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. കാരണം ഞാൻ കേട്ടു. ഞാൻ മാത്രമല്ല കേട്ടത്, എൻ്റെ അച്ഛനും അമ്മയും വല്യമ്മയും ഒക്കെ കേട്ടു. ഇപ്പോഴും ആ കഥ പറയും. അത് വല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക് കേട്ടോ. അത് എനിക്ക് ചിലപ്പോൾ ആ പുള്ളി അവസാനമായിട്ട് ഓർത്തത് എന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ പോകുന്ന പോക്കിൽ വന്ന് വിളിച്ചിട്ട് ഒറ്റ പോക്കങ്ങ് പോയി. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, പ്രിയപ്പെട്ടവരെയൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ. ഇങ്ങനെ എത്ര ആത്മാക്കളുണ്ട് ഈ ഭൂമിയിൽ. എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസാണിത്. ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കഥകളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരാം. ഓക്കെ, എനിക്ക് ഇനിയും ഉണ്ടായിട്ടുണ്ട് 2-3 ഇൻസിഡൻറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷേ ഇതൊക്കെ കേട്ട് പേടിച്ച് ഉറങ്ങരുത് കേട്ടോ. ഒരിക്കലും ഉറങ്ങരുത്. രാത്രിയിൽ 10 മണി കഴിഞ്ഞ് ഇതൊക്കെ വായിച്ച് പേടിച്ച് പുതപ്പിൻ്റെ അടിയിൽ ചൂടി കിടക്കുന്നൊരു സുഖമുണ്ടല്ലോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നത്. പേടിക്കുന്ന മൂവിയൊക്കെ കണ്ടിട്ട് ഞാൻ മോളും കൂടെ പേടിച്ച് അയ്യോ അമ്മേ അയ്യോ ഓഫി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പേടിച്ചുറങ്ങും. അതൊരു രസമാണ്. എന്ന് വെച്ചാൽ എല്ലാം വലിയ ക്രൈം ഇതല്ല, ചെറിയ കുഞ്ഞു പ്രേതങ്ങൾ, മലേക്ഷിയോ മാടനോ ഇതൊക്കെയുള്ള കുഞ്ഞു പ്രേതങ്ങളായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആ കാര്യം പറയുന്നു. എന്തായാലും എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ഇട്ടൂടെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലും ഇട്ടൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു കഥ പറഞ്ഞു കേട്ടോ, അത് സത്യമാണ്, അതിന് ഒരു മാറ്റമില്ല. എൻ്റെ ലൈഫിൽ നടന്ന ഒരു കറക്റ്റ് റിയലായിട്ട് നടന്നൊരു കഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അത് ഞാൻ എവിടെയും പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ പ്രേതകഥകളുമായി നമുക്കിനി കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും ഒന്ന് ചുറ്റും പരിസരമൊക്കെ നോക്കിയിട്ടൊന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ.